എൻ്റെ കുറേ കാലത്തെ ആഗ്രഹമാണ് കേട്ടോ. എന്താണെന്നറിയോ, സ്കൂട്ടി ഓടിച്ച് പഠിക്കണം എന്നുള്ളത്. അതിനുള്ള വണ്ടി ഇതാ. പക്ഷെ പേടി കാരണം ഓടിക്കാൻ പറ്റുമോ എന്നറിയില്ല കേട്ടോ. ഭയങ്കര പേടിയാണ്, പക്ഷെ ഭയങ്കര ആഗ്രഹമാണ്. എന്തായാലും നമ്മൾ സ്കൂട്ടി ഓടിച്ച് പഠിക്കും. ഏട്ട എപ്പോഴും പറയും ഓട്ടോ ഓടിച്ച് പഠിച്ചോ, സ്കൂട്ടി ഓടിച്ച് പഠിക്കണ്ടെന്ന്, കുട്ടികളെയും കൊണ്ട് പോകാമല്ലോ എന്ന് പറയും കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും വണ്ടി വേണം. ഒരു വണ്ടിക്ക് ലൈസൻസ് ഒക്കെ എടുത്തിട്ട് വണ്ടി ഓടിക്കണം. കുട്ടികളെയൊക്കെ സ്കൂളിലേക്ക് പോകുമ്പോഴേ ഏതും കൊണ്ട് ഇതോ ഞാൻ ഓടിക്കടാ, ഞാൻ ഓടിച്ചിട്ടാണ് അങ്ങോട്ട് വന്നത്, അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന്. അതങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. എന്താ വിശ്വാസം. അപ്പോഴേ ഇതാ കണ്ടോ മത്തൻ്റെ ഇല കണ്ടില്ലേ. അപ്പോൾ ഇന്ന് നമുക്ക് ഉച്ചയ്ക്ക് മത്തൻ്റെ ഇല താളിപ്പ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. മത്തൻ്റെ ഇല താളിപ്പും അതേപോലെ തന്നെ ഒരു ഉണക്കമീനും ഉണ്ടെങ്കിൽ ആഹാ എന്താ ടേസ്റ്റിയില്ലേ. അങ്ങനെ നിനക്ക് ഇഷ്ടമല്ലേ കുഞ്ഞ്, അത് വേണ്ടല്ലോ. അവന് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ്. എന്ത് നിങ്ങൾക്ക് കഴിക്കാനല്ലേ? എല്ലാവർക്കും കഴിക്കാലോ. കുറച്ച് ഞാൻ പൊട്ടിക്കുള്ളൂ കേട്ടോ. കുറച്ച് പൊട്ടിക്കുള്ളൂന്ന്. എന്താണെന്നറിയോ, ഇനി സ്കൂളിലേക്കൊക്കെ കുട്ടികൾക്ക് പോകാൻ തുടങ്ങുന്ന സമയത്തേ രാവിലെ താളിക്കാൻ പറ്റിയൊരു സാധനമാണ് കേട്ടത്. മുരിഞ്ഞടയിലതിനെക്കാട്ടിലും എനിക്ക് അതിലൊക്കെ പൊട്ടിക്കുമ്പോൾ ഇഷ്ടംപോലെ ഉണ്ട്. നീ ഇപ്പതായി കുറച്ച് കൂടുതൽ പൊട്ടിച്ചോ, കഴിക്കാലോ. പന്നിയോ? ഏത് പന്നിയത്? ഏത് പന്നിയത്? ആ പന്നിയുടെ അടുത്ത് വരണ്ട പറയണല്ലോ. ഇതില് എന്താ എടി, പന്നി ശല്യം നല്ല രീതിയിലുണ്ടേ. അതിനെ പറഞ്ഞേ, പന്നി ശല്യം നല്ല രീതിയിലുണ്ട്. മതി പോരെ? വെള്ളമുണ്ടോ സാരിയോ എന്തെങ്കിലും കെട്ടിയാൽ മതിയേ. പഴയ സാരി ഉണ്ടെങ്കിൽ സാരിയോ വെള്ളമുണ്ടോ. അതിനിപ്പോ അത് കെട്ടിക്കൊടുക്കാൻ പന്നി നിൽക്കണ്ടേ? ആ പന്നിയുടെ മേലെ കെട്ടാനല്ലേ? പന്നിയുടെ മേലെ അല്ല കെട്ടുന്നത്. എന്താ പ്രിയേ? ആ ചുമരക്കൂട് ഞാൻ വിചാരിച്ചു പന്നിയുടെ മേലെ കെട്ടിക്കൊടുക്കാനാണ്. അനിയേട്ടൻ നിന്നെ കളിയാക്കാണ് പ്രിയേ. ഞാൻ കാര്യം പറഞ്ഞതൊക്കെ അറിയാത്തോണ്ട് പറഞ്ഞല്ലേ. നിങ്ങളെന്താ ഉദ്ദേശിക്കുന്നത് മനസ്സിലാവണ്ടേ? ഇനി ഉണ്ട് കേട്ടോ, കുറച്ചും കൂടി ഉണ്ടാവട്ടെ. എന്താ നമുക്ക് ഉണ്ടായി കഴിഞ്ഞാലേ ഇങ്ങനെ നുള്ളാലോ. അപ്പോൾ മോരിക്കൂട്ടാൻ്റെ കുറച്ചുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഇത് മാത്രമേ കൂട്ടുള്ളൂ. പിന്നെ മോരിക്കൂട്ടാനെ തഴയുള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് എടുത്തുള്ളൂ കേട്ടോ. ഇനിയും കണ്ടോ, ഇതുണ്ടാവുമ്പോൾ അല്ലേ നല്ല രീതിയിലുണ്ടാവും. മത്തൻ്റെ ഇല ഉണ്ടാവുമ്പോൾ ഇപ്പോൾ ഇവിടെ ശരിക്കും ഒരു കാട് പോലെ ആയില്ലേ. കാട് പോലെ ആവട്ടെ, ഇല കുറച്ച് കൂടുതൽ ഉണ്ടാവട്ടെ. ഇതിപ്പോ മത്തൻ്റെ ഇല കാട് പോലെ ഒരു കുഴപ്പമില്ല. അത് നുള്ളാലോ. അത് ശരിയാ, ഉണ്ടെങ്കിലല്ലേ നുള്ളാൻ പറ്റൂ. അത് ശരിയാണ്. മത്തൻ്റെ ഇല ഇഷ്ടമുള്ളവർക്കേ ഇത് കാണുമ്പോൾ കൊതിയാവും അല്ലേ. മത്തൻ്റെ ഇലല്ലേ സത്യം പറയാച്ച ഒരു മുരിഞ്ഞയുടെ ഇലയുടെ പോലെ ഇല്ല കേട്ടോ. ഒരു ടേസ്റ്റാണ്. കുമ്പളത്തിൻ്റെ ഇല ഒന്ന് നല്ല തിളച്ചതായി കഴിഞ്ഞ് വെച്ചാൽ കുമ്പളത്തിൻ്റെ ഇല കഴിക്കും. ഒരു ചെറിയൊരു കയ്പ്പ് വരും. മത്തൻ്റെ ഇലയൊക്കെ അങ്ങനെ വരില്ല കേട്ടോ. പക്ഷെ പിന്നെ എന്താണെന്നറിയോ, ഇങ്ങനെയുള്ള കറികളൊക്കെ കൂട്ടി ചോറിനുമ്പല്ലേ നമ്മൾ കുറച്ചും കൂടി വയറ് നിറച്ച് ചോറ് തിന്നും അല്ലേ. എന്താണെന്നറിയില്ല. ആർക്ക്? എനിക്ക് എന്താ, ഞാൻ ചീരേനെക്കാട്ടിലും ഇവിടെ എല്ലാവർക്കും ഇഷ്ടം കേട്ടോ. ഇവിടെ അമ്മൂട്ടിക്കൊക്കെ അല്ലേ സ്കൂളിൽ ഇനി തുറന്നു കഴിഞ്ഞ് വെച്ചാൽ ഇതുണ്ടാക്കി മത്തൻ്റെ ഇല താളിപ്പം ഒരു ഉപ്പേരി ഉണ്ടെങ്കിൽ അവള് തേങ്ങ അരച്ചിട്ട് അത്ര പെടുത്തില്ല കേട്ടോ. കുട്ടികൾക്ക് ഇഷ്ടമാണ്. എൻ്റെ വീട്ടിലൊക്കെ തേങ്ങ അരച്ചിട്ടാണ് വയ്ക്കുക. ചക്കക്കുരും മത്തൻ്റെ ഇലയൊക്കെ. ഇതിപ്പോൾ എന്താണെന്ന് അറിയാം, ഒരു സമയത്ത് നമുക്ക് കൂട്ടാൻ വയ്ക്കാൻ ഒന്നുമില്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ഇലക്കറികളൊക്കെ ഉണ്ടെങ്കിൽ, ഇലകളുണ്ടെങ്കിൽ സുഖമാണ്. നമുക്ക് കുമ്പളത്തിൻ്റെ ഇല ഉണ്ട്, മത്തൻ്റെ ഇല ഉണ്ട്, മുരിങ്ങ ഉണ്ട് അല്ലേ. അരിമുളകിൻ്റെ ഇല, ചീരയുടെ വിത്ത് വാങ്ങണം. ഞങ്ങൾ നഴ്സറിക്ക് പോകണം പറഞ്ഞിട്ട് കുറേ ദിവസമായിട്ടോ, ഇതുവരെ പറ്റിയിട്ടേ ഇല്ല. ഇനിയിപ്പോൾ പോവാം. അമ്മ പോയില്ലേ. ഇനിയിപ്പോൾ അമ്മ മറ്റേതെന്താണെന്ന് വെച്ചാൽ അമ്മയ്ക്ക് വയ്യാത്ത ഇരിക്കുമ്പോൾ നമുക്ക് പോകാനൊരു മടിയല്ലേ അല്ലേ. അത് കാരണം പോയില്ല. ഇപ്പോൾ ആരുമില്ലല്ലോ.
മത്തൻ്റെ വള്ളി ഇവിടെ പുതിയ വീടിൻ്റെ മുകളിലേക്ക് അങ്ങോട്ട് കയറ്റി വിട്ട് കഴിഞ്ഞ് വെച്ചല്ലേ നല്ല ഉണ്ടാവും കേട്ടോ. പക്ഷേ നമുക്ക് ഇല കിട്ടില്ല. അത് കാരണമാണ് മുകളിലേക്ക് കയറ്റി വിടാത്തത്. കുമ്പളവള്ളിയും തന്നെ മുകളിലേക്ക് കയറ്റി വിട്ട് കഴിഞ്ഞാൽ പിന്നെ കുമ്പളങ്ങയൊക്കെ ഇഷ്ടംപോലെ കിട്ടും മത്തനും. പക്ഷേ ഇല നുള്ളണ്ടേ. നമുക്ക് മത്തനല്ല കേട്ടോ ആവശ്യം, നിൻ്റെ ഇലയാണ് ആവശ്യം. മത്തനോടൊന്നും അത്ര വലിയ താല്പര്യമില്ല. ഞാൻ ഇതില്ലേ ഈ വിത്ത് എന്താ നമ്മുടെ മീഷോന്ന് വാങ്ങിയതാട്ടോ. മീഷോ തന്നെയല്ലേ പറയാ? അതൊന്ന് വാങ്ങിയതാണ്. വഴുതന വിത്ത്, മത്തൻ വിത്ത്, കുമ്പളങ്ങയുടെ വിത്തൊക്കെ ഞാൻ ആദ്യമായിട്ട് വാങ്ങിയിട്ടത്. ഉണ്ടാവുമെന്ന് എനിക്കൊരു പിടുത്തം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഉണ്ടായി, എല്ലാം ഉണ്ടായി. വഴുതനങ്ങ ഉണ്ടായി, കുക്കുംബർ ഉണ്ടായി, മുളക് ഉണ്ടായില്ലേട്ടാ. ഒന്നും ഉണ്ടാവാതിരുന്നില്ല. എല്ലാം ഉണ്ടായി. പക്ഷെ ഉപകാരത്ത് കിട്ടിയത് ഉപകാരത്ത് കുമ്പളത്തിൻ്റെ വള്ളി കണ്ടില്ലേ പടർന്ന് നിൽക്കണത്. പക്ഷെ അതിനേക്കാട്ടിലും വേഗമായി ഇതെന്ന് മാത്രം. കുക്കുംബർ കുറച്ചായി. നമ്മൾ വീടിൻ്റെ മുകളിൽ ചെയ്യാൻ പറഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു മുകളിൽ ചെയ്യണ്ട, മുകളിൽ ചെയ്ത് കഴിഞ്ഞാൽ വെച്ചാൽ ചിലയിടത്തൊക്കെ നമ്മുടെയൊക്കെ വീട് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചോർച്ച തുടങ്ങിയിരുന്നതല്ലേ. അപ്പം ഇനി എന്താ വെള്ളം കെട്ടിയൊക്കെ നിന്നിട്ട് കുറച്ചൊക്കെ നിന്ന് കഴിഞ്ഞാൽ ഇനി എന്തെങ്കിലും ചോർച്ച എന്തെങ്കിലും ആയാലോ എന്ന് പറഞ്ഞു. അപ്പം നമുക്കൊരു പേടിയിട്ടോ, നല്ല സ്ഥലത്ത് അങ്ങോട്ട് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു. ഇനി ആ തേങ്ങ എടുത്തിട്ട് അങ്ങോട്ട് ഇടണം, വെയിലൊന്നും ഇതാവട്ടെ വിചാരിച്ചു. അപ്പോൾ ഒരു മണി കഴിഞ്ഞാൽ ചോറിനൽ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാലേ അപ്പം മഴ പെയ്യും. 2 ദിവസമായിട്ട്. ഞാനിന്ന് ശനിയാഴ്ചയാണ് രാവിലെ മുതൽ നാളെയും കൂടിയല്ലേ നിങ്ങൾ വീട്ടിലുണ്ടാവുള്ളൂ, നാളെയും കൂടിയല്ലേ ഉള്ളൂ വീട്ടിലുണ്ടാവുള്ളൂ, ഇതന്നെ ചോദ്യം. മക്കളെ തൊട്ട് അറിയാം. ഇന്ന് വെള്ളിയാഴ്ചയാണ്. അമ്മയ്ക്ക് എങ്ങനെ ഇന്ന് ശനിയാഴ്ച തോന്നുന്നത്. സുകന്യേ 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 ഒരു പ്രതികരണമില്ല അറിയാം. വണ്ടി ഇതാണ്ടോ നമ്മുടെ ഇവിടെ ഇതിനെ മുള്ളെണ്ണ കേട്ടോ പറയാം. അപ്പോൾ അപ്പുറത്തെ ഇവിടെ ഗുരുസ്വാമിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഏട്ടൻ്റെ കൂട്ടുകാരനൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ അവിടെ വർത്താനം പറഞ്ഞ് നിൽക്കുകയാണ്. നമ്മുടെ ഇവിടെ അമ്പലത്തിൽ സപ്താഹമാണെന്ന് പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞിരുന്നില്ലേ. അപ്പോൾ അതിൻ്റെ ദഹിക്കിച്ചുട്ടം പോയി, നമ്മൾ പോയില്ല കേട്ടോ. ഇനി നാളെ നമുക്ക് പോകണം. ഇപ്പോൾ കഴിക്കാൻ പോവാ. പിന്നെ നാളെ എന്തായാലും നാളെ പോവാമെന്ന് വിചാരിച്ചു. ഇവിടെ തൊട്ടടുത്ത് ഇങ്ങനെ ഉണ്ടായിട്ട് നമ്മൾ പോകണ്ടേ ലമ്മു. അപ്പോൾ ഒന്നാമത് എന്താ വെച്ചാൽ എനിക്ക് വയ്യായിരുന്നു കേട്ടോ, അതും കൊണ്ടാണ് പോവാതിരുന്ന്. അല്ലെങ്കിൽ നമ്മളെപ്പോഴോ പോയിട്ടുണ്ടാവും. അമ്പലത്തിലത്തെ കാര്യങ്ങളൊന്നും നമ്മൾ മുടക്കാറില്ല. നമ്മുടെ ഇവിടെ അടുത്ത് തന്നെ സന്താന ഗോപാല മൂർത്തി ഉണ്ടെന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ. നമ്മൾ നേരെ ഇങ്ങോട്ട് നോക്കിയിട്ടാട്ടോ മൂപ്പരാളിരിക്കണത്. ഇന്നത്തെ ചോറിന് അമ്മൂന് ഭയങ്കര ഇഷ്ടമാവും. കാരണം അമ്മൂന് തേങ്ങ അരച്ച് കറി വയ്ക്കുന്നതിനെക്കാട്ടും ഇങ്ങനെയുള്ള കറികളോട് അമ്മൂട്ടിക്ക് ഭയങ്കര ഇഷ്ടമല്ല. അമ്മോ എന്താണ് 3 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിഞ്ഞില്ലേ? എന്ത് തോന്നുന്നു? കൂട്ടുകാരികളെ കാണാന്നുള്ള സന്തോഷം തോന്നണോ? തോന്നില്ലാന്നോ? എനിക്കൊക്കെ നല്ല സന്തോഷമായിരുന്നു എൻ്റെ കൂട്ടുകാരികളെ കാണാലോ എന്നുള്ള സന്തോഷം. പിന്നെ ഇത്രയും ദിവസം വീട്ടിലിരുന്നിട്ട് മടുപ്പ് പിടിച്ചിട്ട് അതിൻ്റെ ഒരു സന്തോഷം. മത്തൻ്റെ നേരേക്ക് കഴിഞ്ഞുട്ടാ. ഇതും കൂടി അങ്ങോട്ടാക്കി. ഇതിൻ്റെ തലല്ലേ, തല വറുത്തിട്ട് നമുക്ക് ചമ്മന്തി അരയ്ക്കാം. ഇല്ലെങ്കിൽ വെറുതെ മുള്ളൻ്റെ തല തിന്നാൻ പറ്റും കേട്ടോ. എനിക്ക് എപ്പോഴും ഞാൻ പറയില്ല, എനിക്കൊരു കഷ്ണം ഉണക്കമീൻ കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. ചോറിനാൻ വയറ് നിറച്ച് ചോറിനും. പച്ചമീനിനെക്കാട്ടിലും ഇഷ്ടം. ചില ആൾക്കാർക്കൊക്കെ അങ്ങനെ ആയിരിക്കും തോന്നുന്നുണ്ട്. ഞാൻ എൻ്റെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ എൻ്റെ അമ്മയടുത്ത് പറയുന്നൊരു കാര്യം, ഇറച്ചി വാങ്ങണ്ട, മീൻ വാങ്ങണ്ട, ഉണക്കമീൻ വാങ്ങിക്കൊണ്ടുവരുമോ ചോദിക്കും. ഇതിപ്പോൾ ഞാൻ പറഞ്ഞ് നിർബന്ധിച്ചിട്ട് കൊണ്ടുവന്ന കേട്ടോ. മുള്ളൻ തിന്നാൻ തോന്നുന്നു, വാങ്ങിയിട്ട് വരുമോയെന്ന്. അല്ലെങ്കിൽ വാങ്ങിയിട്ട് വരില്ല. ഉണക്കമീൻ ഇവിടെ അധികം മാന്തളും ഇടയ്ക്കൊരു സ്രാവ് മീൻ വാങ്ങൽ തന്നെ ഉള്ളൂ. പിന്നെ അതൊക്കെ നേരെയാക്കട്ടെ. പച്ചമുളക് ചെറിയുള്ളി ഒന്ന് ചതച്ചെടുക്കട്ടെ. കുഞ്ഞോ അത് കൊണ്ടുപോയിട്ട് പൊന്നൂസിന് കൊടുത്തിട്ട് വന്നാ. ഇതാട്ടോ കഞ്ഞിവെള്ളം കുറച്ച് പച്ചവെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. മത്തൻ്റെ ഇല, മുള്ളമീൻ,
കുഞ്ഞ ഇന്നിപ്പോ ജഗ പുകയാണ് ലച്ചു. പച്ചമുളക് ഉള്ളി ചതച്ചത് കേട്ടോ. അമ്മിയിൽ അരച്ചാൽ മതി, ഞാൻ ചതച്ചെടുത്തു. ഉപ്പ്. സുകന്യേ, നീ എന്താ ചെയ്യുന്നു പണ്ണേ? അപ്പോൾ ഉപ്പേരി അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്താ കൊത്തമല്ലി, ചോറ് ഇവിടെ, കറി ഇവിടെ. ഇനിയിപ്പോൾ സ്കൂൾ തുടങ്ങുമ്പോഴായിരിക്കും ബുദ്ധിമുട്ടുണ്ടാവുക. സ്കൂൾ തുടങ്ങുമ്പോൾ ചോറ് അവിടെ വെക്കും. ഞാൻ രാവിലത്തെ പലഹാരം ഉപ്പേരിയും എന്തൊക്കെയാവും ഓരോരുത്തർ കുളിമുക്കാൻ വേണ്ടിയിട്ട് ഓടി 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 മഴയത്ത് കൂടെ അങ്ങോട്ട് ഓടി വരും. ഈ വരില്ലേ? മഴയത്ത് വരില്ല. തിളച്ച് വന്നു. ഇതാ മത്തൻ്റെ ഇല അരിഞ്ഞിട്ട് ഉപ്പേരി ഉണ്ടാക്കാം കേട്ടോ. നമ്മൾ ഇങ്ങനെ ചെയ്തു. ഞങ്ങൾക്ക് ഇങ്ങനെ ഇഷ്ടമാണ്. ഇനി മത്തൻ്റെ ഇല ഉപ്പേരി ഉണ്ടാക്കി കാണിച്ചു. ഉപ്പേരി ഉണ്ടാക്കട്ടോ. മുട്ട ഇട്ടിട്ട് നമ്മൾ മുരിങ്ങി മുട്ടയും ചെയ്യില്ലേ, അതുപോലെയും വേണമെങ്കിൽ ചെയ്യാം. അങ്ങനെ ചെയ്യാൻ പറ്റും. ഓ, ഞാനത് കാണിച്ചു തരാം കേട്ടോ. നമ്മൾ നാള് ഉണ്ടാക്കിയത് മത്തൻ്റെ ഇല ഇട്ടിട്ട് തന്നെയാണ് മുരിങ്ങി മുട്ടി ഉണ്ടാക്കിയ പോലെ. അറിഞ്ഞില്ലല്ലോ അത്. സുകന്യേ, എന്താ സുകന്യേ ഒരു ഉഷാറില്ലാത്ത? ഇവിടെ അച്ചു ഇതിലാ വെളിച്ചെണ്ണ ഒഴിച്ചു വെക്കും. സുകന്യ സങ്കടത്തിലാണ്. എന്താണെന്നറിയോ, 2 ദിവസം കഴിഞ്ഞ സ്കൂൾ വർക്കല്ലേ. അയ്യോ സങ്കടം. ആൾക്ക് സന്തോഷമാണ് ഒന്ന് പോയി കിട്ടിയിട്ടുണ്ടെങ്കിൽ. ടാർപ്പായ കൂടി പൊട്ടിക്കോ? ടാർപ്പായ കിട്ടിയതാ. അതാ കവറിൽ കണ്ടോ? അത് അടക്കിയല്ലേ. അവസാനം വണ്ടി നിർത്താൻ വേറെ ടാർപ്പായ വാങ്ങേണ്ടി വരുമ്പോ തുണി ശരിയാകുമ്പോഴേക്ക്. എന്തായാലും വണ്ടി നിർത്താൻ ഒരു ഷെഡ് ഉണ്ടാക്കണം കേട്ടോ, ഇല്ലെങ്കിൽ ശരിയാവില്ല. അല്ലേ സോനിയെ? വണ്ടി നിർത്താനേ ഒരു വിധത്തിൽ വണ്ടി ഒന്ന് ശരിയാക്കി കൊണ്ടുവന്നിട്ടേ ഉള്ളൂ. ഇനി അത് വണ്ടി നിർത്താനൊരു ഷെഡും കൂടി ഇല്ലെങ്കിൽ ശരിയാവില്ല. എൻ്റെ അമ്മ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, വണ്ടി നിർത്താനുള്ള സൗകര്യം ഉണ്ടാക്കി പോന്ന്. അത് കൂടെ ഇവിടെ ചെയ്യണം കേട്ടോ. ഇവിടെ ചെയ്യുമ്പോൾ എന്താണെന്നറിയാം, ഇവിടെ വീട് മറഞ്ഞ പോലെ ചെയ്യുന്നതാണ് അല്ലേ? ആവില്ലേ? വീട് മറിയും. വണ്ടി ഇതിപ്പോൾ ടെസ്റ്റ് കഴിഞ്ഞ് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടേ ഉള്ളൂ. നമ്മുടെ വാഹനം എടി നിലത്ത് കൂടെ ഉണ്ടടി. ഇവരെന്താ ട്രൗസർ ഇടാത്തതെന്ന് കമൻറ്റിൽ കൂടെ ചോദിക്കുന്നുണ്ട്. ഇവിടെ നല്ല ചൂടാണ് കേട്ടോ. ട്രൗസറല്ല ഷർട്ട് ഇടാത്തത് ചോദിക്കണം. ചൂട് കാരണം നല്ല ചൂടാണ് കേട്ടോ. ഇപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ ചൂടും അത് അവർക്ക് ശീലമായി. പിന്നെ അവർക്കാണ് പറഞ്ഞല്ലേ തുണി കുറച്ച് അലർജിയാണ്. ഇട്ട് കൊടുത്തു കഴിഞ്ഞാലേ പൊന്നൂസ് അടക്കം വീഡിയോ എടുക്കാൻ വേണ്ടിട്ടാ തുണി എന്താ ട്രൗസർ കൂടി ഉണ്ടാവില്ല. ചിലപ്പോൾ പറഞ്ഞ പടി നിൽക്കുമ്പോൾ അനിയേട്ടൻ ചീത്ത അറിയാം, എന്താടാ അതിങ്ങനെ, എന്താ ട്രൗസർ ഇട്ടിട്ട് വാടാ. ഈ ആൾക്കാരെങ്കിലും വരിടാ ട്രൗസർ ഇട്ടിട്ട് വാടാ. മത്തൻ്റെ താളിച്ചടി മോരുകൂട്ടാൻ്റെ ഉണ്ട്, എന്നാലും കുറച്ച് എങ്ങനെ ഉണ്ടാവും. മുള്ളമീനടി, തുണ്ടുമീൻ തുണ്ടുണ്ടാക്കിയിട്ടുണ്ടേ. അപ്പൊ തുണ്ടായില്ലേ? പച്ച മുള്ളനെ എവിടുന്ന് കണ്ടില്ലല്ലോ. പച്ച മുള്ളനെ കാണലുണ്ടോ? പിന്നെന്താ? അതെ, ഏട്ടൻ കഴിച്ചിട്ടും ഇല്ല അറിയുന്നിപ്പോ. ഞാൻ പച്ചമുള്ളം കഴിച്ച ഓർമ്മയിലേക്ക്. എന്താ പച്ചമുള്ളം കഴിക്കാണ്ട്? പച്ചമുള്ളനൊക്കെ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ആദ്യം വാങ്ങിയിരുന്നു, ഇപ്പൊ കിട്ടണില്ല. ഇപ്പൊ അതിനെന്താ ആന ചവിട്ടി പറഞ്ഞിട്ടൊരു മീനുണ്ട്. ഞങ്ങൾക്ക് ആർക്കും ആ മീൻ ഇഷ്ടമല്ല കേട്ടോ. ആ പരന്നിട്ടൊരു മീനുണ്ട്, സീഡി. അതിനെ എന്താ ചിലവരും അറിയും അതിനെ സീഡി പറയും, ചിലവരും പറയും ആന ചവിട്ടിന്നോ. ഇങ്ങനെ പരന്നിട്ടല്ലേ ആ മീന്. എന്തൊക്കെ പേരാ ഒരു മീനിന്. അതാണ്ട് പൊന്ന് അവിടെ തുണി എടുക്കാൻ അതാ നിൽക്കണ ഓട്ടോനെ മാറില്ല. ഓടറാ അപ്പോൾ മത്തൻ്റെ ഇലല്ലേ ആയിട്ടോ. ഇത് ഈ ചോറിനാണ് ഡിമാൻഡ് അല്ലേ? നല്ല ടേസ്റ്റ്. ചിലവർ പറയും ഇതെന്താ മീനും കൂടി ഉണ്ടെങ്കിൽ ഒരുണക്കലും കൂടി ഉണ്ടെങ്കിലേ വേറൊന്നും വേണ്ട. ഇതിൽ നമ്മൾ പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ ഇവിടെ പണി കഴിഞ്ഞു കേട്ടോ. അച്ചുട്ടിയേ ഒഴിച്ച് കഴിഞ്ഞില്ലേ?
എന്താ പ്രിയേ ബാഗിനില്ലേ 1000 രൂപയുടെ അടുത്ത് വരുന്നുണ്ട്. എങ്ങനെ പോയാലും 1000 ഉറുപ്പ്യ ഒരു ബാഗിന്. നമ്മള് വില കുറവുള്ളത് വാങ്ങിയിട്ട് കേട്ടോ, അത് നല്ല ബാഗൊക്കെയാണ് പറഞ്ഞു വെച്ചാൽ അതിന് നല്ല വിലയുണ്ട്. പ്രിയ ഉണ്ട് കേട്ടോ അപ്പുറത്ത്. പ്രിയേ ഞാൻ വെള്ളക്കുപ്പി വാങ്ങിയിട്ടില്ല, എന്താ ബോക്സ് വാങ്ങിയിട്ടില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വാങ്ങിയിട്ടില്ല. ടവലുകൾ വാങ്ങണം, ചോറ് ബുക്ക് വാങ്ങിട്ടോ, നോട്ട് ബുക്ക് വാങ്ങി. എടി നോട്ട് ബുക്ക് ന്യായവിലയിൽ 27 രൂപയല്ലേ. ഇതാ മുള്ളമീൻ്റെ തലയും വറുത്തുട്ടാ, മീന് വറുത്ത്, ഇതാ മീനും വറുത്ത്, മുള്ളമീൻ്റെ തലയും വറുത്ത്. തല ഒരു പ്രത്യേക ടേസ്റ്റാണ് കഴിക്കാനേട്ടാ. നോക്കി കഴിച്ചിട്ടില്ലെങ്കിൽ പണി കിട്ടും കേട്ടോ. നല്ല പക്ഷെ നല്ല ടേസ്റ്റാണ് അതിന് അല്ലേ. ഇവിടെ ഇപ്പോൾ ടാർപ്പായ കിട്ടിയപ്പോൾ എല്ലാവരും പറഞ്ഞില്ലേ ഇവിടെ വൃത്തിയായി എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അത്ര ഇവിടെ ഇനി നമുക്ക് വഴുതനങ്ങ തെയ്യോ അല്ലെങ്കിൽ എന്തെങ്കിലും പച്ചമുളകിൻ്റെ തെയ്യ് ഇത് കൂടെ ഇങ്ങനെ വെക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. ഒരു തട പോലെ എന്താ കുറച്ചായിട്ടേ ഉള്ളൂ പറഞ്ഞിട്ടാ. അപ്പോൾ നമുക്ക് എന്താണെന്ന് അറിയുമോ, വെള്ളം ഒഴിക്കാനും ഇതിനൊക്കെ സുഖമല്ലേ. അപ്പോൾ കുറച്ച് ചുക്കുവെള്ളം കൂടി അങ്ങോട്ട് വെക്കട്ടെ. നല്ല കാറ്റ് കേട്ടോ, നല്ല കാറ്റ്. നമ്മുടെ വിറകാലയുടെ കോലം നോക്കി നോക്ക്, അത് വന്നണ്ടം വിട്ടിട്ടിരിക്കുക. അതായിട്ട് നേരെ ചെയ്തു തരാത്ത കൊണ്ടാ അല്ലേ സുഖനിയെ, അതായിട്ട് നേരെ ചെയ്തു തരാത്ത കൊണ്ടാ. അപ്പൊ അത് നേരെ എന്റെ പപ്പൂന് അതിനെക്കാട്ടില്ലോ നല്ല പണിയാണ്. മേലെക്കൂടെ നല്ല തലങ്ങ് മേലെ കെട്ടണം. അതിലത്തെ കുറച്ച് അപ്പുറത്തേക്ക് താഴത്തേക്ക് കൂർന്നു പോയിട്ടുണ്ട്. അങ്ങോട്ട് പോയിട്ട് അത് അവിടെ നോക്കി കാണില്ല. അത് അപ്പുറത്ത് എടുത്തിട്ട് ആദ്യം ഇവിടുന്ന് എന്തെങ്കിലും ചെയ്തിടാം. ഇന്നിപ്പോ മഴ പെയ്യിട്ടപ്പന്ന് അതിപ്പോ ശരിയാക്കാം. അതിപ്പോ ശരിയാക്കാം. മഴ പെയ്ത ഒക്കെ പോകും. അതാണ്ടോ നല്ല മഴക്കാറ് വരുന്നുണ്ട് കേട്ടോ. ഞാൻ ഇതാണ്ടോ ഇങ്ങനെ വെച്ചൊക്കെയായിരുന്നു. അയ്യോ അങ്ങനെ വെച്ചാൽ നിൽക്കില്ല. അതെന്തെങ്കിലും വെച്ച് ഇവിടെ ഇങ്ങനെ കെട്ടേണ്ടി വരും. അവിടെ അടിക്ക് ഇങ്ങനെ കെട്ടേണ്ടി വരും. ഇങ്ങനെ കെട്ടുക. അപ്പോഴേ ഇതാ നല്ലൊരു മഴ വരുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ടില്ലേ എന്താ കിച്ചോട്ടാൻ അമ്പലത്തിൽ നിന്ന് പായസം കൊണ്ടുവന്നിരുന്നേ. പായസം കുടിച്ചിട്ടില്ലേ സുഖമായോണ്ട് കടന്നുറങ്ങിയിട്ട് നീച്ചത് നേരം വൈകിട്ട്. നേരമല്ല 4:30 കഴിഞ്ഞു. ഇപ്പോൾ ഉറക്കവും കാര്യങ്ങളൊക്കെ നല്ല ഇതാവും. കഴിഞ്ഞോ ഉണ്ടോ? നന്നായില്ലടി. അപ്പോൾ ദാ ഒരു സീറ്റ് ഇങ്ങോട്ട് വന്നേ. ഇതിന് കയറില്ലേ, ഇതിൽ നിൽക്കുന്നുണ്ട് ഏട്ടാ. അപ്പോൾ സുകന്യെ കഷ്ടപ്പെട്ട് വെറുതെ പിന്നെ അത് ഓർന്നു വരുന്നു. സിമ്പിളാണ്. അങ്ങനല്ലേ ഇത്ര വലിയ കാര്യമുണ്ടോ? അപ്പൊ ഞാനേ എന്തായാലും വിശേഷം നിർത്തട്ടെ, ഇതൊന്ന് ശരിയാക്കട്ടെ കേട്ടോ. നല്ല ഇരുട്ട് കുത്തി അങ്ങോട്ട് കണ്ടോ ആകാശത്തേക്ക്. ഇപ്പൊ നല്ല മഴ വരുന്നുണ്ട്. സുകന്യ ഹൈറ്റിലല്ലോ, അതിന്റെ ഇടയിൽ വേറെ ഇതുമല്ല ഇത് അങ്ങോട്ട് ഇവിടെ വായോ. ഈ നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഇവിടെ ഉള്ളൂ. അപ്പോഴേ ഇതൊന്ന് ചെയ്യട്ടെ, മഴ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നാളെ കാണാം. ഇത് പിടിക്കും.